കരുണയുടെ അവസാന മണിക്കൂർ. സഭയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. യുദ്ധവും അശാന്തിയും നാനാദിശകളിലേക്ക് പരക്കുന്നതനുസരിച്ച് എൻ്റെ സഭയുടെ വിശ്വാസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പരിശുദ്ധ സഭയിലെ ഭിന്നത പെട്ടെന്ന് തന്നെ രൂക്ഷമാകാൻ പോകുന്നു. വൈദികർക്കെതിരെയും മെത്രാന്മാർക്കെതിരെയും തിരിയും. ലോകം ശുദ്ധീകരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എൻ്റെ പിതാവിനെതിരെയുള്ള വിദ്വേഷം ഉയർന്നു വരും. എൻ്റെ അനുയായികൾ ഇതിനു മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള സഹനം തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. പാപം എങ്ങും പരക്കുകയാണ്. എൻ്റെ സഭയുടെ വിശ്വാസം സത്യമായും കുറഞ്ഞു വരികയാണ്. എൻ്റെ ശുശ്രൂഷകർ തന്നെ എൻ്റെ പ്രബോധനങ്ങളുള്ള വിശ്വാസം തള്ളി പറയുന്നു. എൻ്റെ അജഗണത്തോട് പാപത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി നുണകൾ പറഞ്ഞു കൊടുക്കുന്നു. സെക്കുലർ പ്രസ്ഥാനങ്ങൾ ക്രിസ്തീയ സഭകളെ ഉന്നം വയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കത്തോലിക്ക സഭയിൽ ഉള്ള പ്രതിസന്ധി പൈശാചികത്തിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. അവരുടെ എണ്ണം എത്രയും വലുതാണെന്നറിയുക. പരിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കിക്കൊണ്ട് അതിനെ തകർക്കാനാണ് പൈശാചിക ശക്തികൾ ആഗ്രഹിക്കുന്നത്. ചീത്ത ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആത്മാക്കളെ നശിപ്പിക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തരാകില്ല. അവർ മറ്റുള്ളവരുടെ ആത്മാക്കളെയും തങ്ങളുടെ വഴിയെ കൊണ്ടുപോകും. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അവർ മറ്റുള്ളവരെ ക്രൈസ്തവ ധർമ്മവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാറ്റിനെതിരെയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇതാ ഞാൻ പറയുന്നു, ലോകത്തിലെ സന്യാസാശ്രമങ്ങളെ ഇന്നത്തേതുപോലെയും ഇനിയും ദീർഘകാലം നിലനിൽക്കില്ല. ചുരുക്കം ചില ഭവനങ്ങൾ പിടിച്ചു നിന്നേക്കാം. എന്നാൽ മിണ്ടാമടങ്ങളടക്കം ബഹുഭൂരിപക്ഷം സന്യാസാശ്രമങ്ങളും നിലനിൽക്കില്ല. അനേകം കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാകും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭവനങ്ങളിൽ സന്യാസാശ്രമങ്ങളിൽ എന്താണ് അവശേഷിക്കുക എന്നതിനെ ഓർത്ത് ഞാൻ വിലപിക്കുന്നു. അവരുടെ ശാന്തമായ വിശ്രമത്തിൻ്റെ കാലം അവസാനിക്കാനായി ഒരു സമയം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ദുഃഖത്താൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകും. ഈ ഭവനങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺവെന്റുകളും സെമിനാരികളൊക്കെ തന്നെയാണ്. എല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടും. ഈ ദുഷ്ടസ്വാതന്ത്ര്യം ലോകം മുഴുവനിലും പരക്കുകയും സകലരും മരണതുല്യം ഭയന്നു വിറക്കുകയും ചെയ്യും. ഉറങ്ങുന്ന സഭയ്ക്ക് മുന്നറിയിപ്പ്. എൻ്റെ സഭ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും മയക്കത്തിലാണ്. എതിർ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്തേക്ക് സഭ ഒരുങ്ങിയിട്ടില്ല. എതിർ ക്രിസ്തുവിൻ്റെ പ്രഥമ ലക്ഷ്യം കത്തോലിക്ക സഭയാണ്. എൻ്റെ സഭയുടെ തലവന്മാരിൽ പകുതി പേരെയെങ്കിലും എന്നിൽ നിന്ന് അകറ്റുന്നത് വരെ ഞാൻ വിശ്രമിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ശരീരവും രക്തവും കൂദാശയും വിടുതൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന തരത്തിൽ കൂദാശ വചനങ്ങൾ മാറ്റപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ദൈവിക വാഗ്ദാനത്തോട് ചേർന്നെന്ന് അതിനെ പ്രതിരോധിക്കണം. ഇതാ എൻ്റെ വിശുദ്ധ ശുശ്രൂഷകരിൽ അനേകർ ഇപ്പോൾ തന്നെ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ വിശ്വസിക്കുന്നില്ല. അവർ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നില്ല. ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് അവർ എല്ലാ പാപങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്നു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. പരസ്യമായ പ്രാർത്ഥനകൾ നിരോധിക്കാനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വിദ്യാലയങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പ്രാർത്ഥന നിരോധിക്കപ്പെടും. അവസാനം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലും നിയമവിരുദ്ധമാക്കപ്പെടും. മനുഷ്യർ തമ്മിൽ വെറുപ്പും ഉന്നതസ്ഥാനീയർക്കാനുള്ള വിദ്വേഷവും മൂലം അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ പരസ്യ പ്രകടനങ്ങളും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്ന എന്തു ചെയ്യും? എൻ്റെ സഭയെ തകർക്കാനുള്ള ഈ കുടില പദ്ധതി കഴിഞ്ഞ 100 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ഞാനും എൻ്റെ മാതാവും ദൈവം തിരഞ്ഞെടുത്ത ദർശകർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ കാലത്തേക്ക് വേണ്ടി ആത്മാക്കളൊരുക്കാനായിരുന്നു. ദൈവവചനത്തിൽ സത്യം എന്തെന്നും വഞ്ചകന്റെ പ്രവൃത്തികളെ എങ്ങനെ തിരിച്ചറിയണമെന്നും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കരുത്താർജിക്കും. ദൈവത്തിൽ നിന്നല്ലാത്തവർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന നുണകൾ സ്വീകരിക്കാതെ ദൈവവചനത്തോട് വിശ്വസ്തരായി നിലനിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ സഭയിലെ വൈദികർ പെട്ടെന്ന് തന്നെ വെല്ലുവിളി നേരിടേണ്ടി വരും. അതിൻ്റെ അർത്ഥം അവർക്ക് എൻ്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ വളരെയേറെ ക്ലേശിക്കേണ്ടി വരുമെന്നാണ്. എൻ്റെ വചനത്തിൻ്റെ കാവൽക്കാരൻ നിലയിൽ അവർ എന്നോട് വിശ്വസ്തരായി തുടരാൻ വേണ്ടി ഒരുങ്ങണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാരകീയ സിദ്ധാന്തങ്ങൾ ആശ്ലേഷിച്ചതിന് അവർ കുറ്റക്കാരാകും. അപ്പോൾ അവർ എൻ്റെ പിതാവിൻ്റെ ക്രോധം എന്നാൽ എന്താണെന്ന് നേരിട്ട് അനുഭവിക്കും. എല്ലാവരും എന്നോട് കരുണ യാചിക്കണമെന്ന കാര്യം ഓർക്കുക. മനുഷ്യവംശനാശത്തിന് നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് എൻ്റെ കരുണ യാചിക്കണം. ഈ സമയത്ത് അതികഠിനമായി സഹിക്കേണ്ടി വരുന്ന കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തെ ഓർത്ത് ഞാനും എൻ്റെ അമ്മയും സങ്കടക്കണ്ണീർ പൊഴിക്കുന്നു. എൻ്റെ ഈ വിശുദ്ധരായ ശുശ്രൂഷകർ ദിശ നഷ്ടപ്പെട്ട് അലഞ്ഞുതിരികുകയും തടസ്സങ്ങളിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുന്നു. എന്നോട് കൂടെ പുലർത്തുമ്പോൾ അവർ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് ഹേതുവായി പീഡിപ്പിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. മസൂണിക്ക് സംഘങ്ങൾ മൂലമുണ്ടാകുന്ന ഭിന്നതകൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുകയാണ്. നിഷ്കളങ്കരായ വ്യക്തികളുടെ മേൽ ചിലർ നടത്തുന്ന അതിക്രമങ്ങളുടെ പാപം എൻ്റെ സഭയുടെ നിയമങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു കാരണമായി ഉപയോഗിക്കപ്പെടുന്നു. ഉടൻ തന്നെ ഉയർന്നു വരാനിരിക്കുന്ന പുതിയ സഭ എനിക്ക് സ്വീകാര്യമായ സഭയായിരിക്കില്ല. അത് പരിശുദ്ധ കുർബാനയുള്ള യഥാർത്ഥ സാന്നിധ്യത്തിൽ ഇല്ലാതാക്കുകയും അങ്ങനെ
കുരിശുമരണത്തിൻ്റെ വേദന ഞാൻ ഒരിക്കൽ കൂടി അനുഭവിക്കുകയും ചെയ്യും. ഈ സമ്മാനം ലോകത്ത് നൽകാനായി ഞാൻ സഹിച്ച ത്യാഗങ്ങൾ അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. അവർ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു പുതിയ പ്രഖ്യാപനം നൽകുകയും അതിൽ എൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയാതിരിക്കുകയും ചെയ്യും. ജീവൻ്റെ അപ്പം മൃതരായി തീരും. എൻ്റെ യഥാർത്ഥ ശരീരം രക്തം കൊണ്ടും ദൈവമക്കൾക്ക് പോഷണം ലഭിക്കാതെയാകും. എൻ്റെ സാന്നിധ്യവും എന്നെ സ്വീകരിക്കുന്നവരുടെ മേൽ ഞാൻ ചൊരിയുന്ന കൃപകളും ലഭിക്കായികയാൽ അവരുടെ മക്കൾ ശൂന്യവും ഉഷാരവുമായി തീരും. എൻ്റെ ദിവ്യകാരണത്തെ പ്രതിരോധം തീർക്കേണ്ടത് വൈദികരുടെ കടമയായിരുന്നുവല്ലോ. അന്ധകാര സന്ധികൾക്കെതിരായുള്ള മുന്നറിയിപ്പ്: എൻ്റെ മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം മഹാപീഡനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതിനായുള്ള ദൈവത്തിൻ്റെ ശത്രു അവിശ്രാന്തം പ്രവർത്തിക്കുന്നു. എല്ലായിടത്തും ദുഷ്ടത പടർന്നു പിടിച്ചു കഴിഞ്ഞു. അനുഷ്ഠാനങ്ങളെല്ലാം വെറും ഫാഷൻ മാത്രമായി മാറിക്കഴിഞ്ഞു. തിന്മ ചെയ്യുക എന്നത് എല്ലാവർക്കും ഒരു ജീവിതശൈലിയായി മാറിയിരിക്കുന്നു. അന്ധകാര സന്തതികൾക്കും അനുവദിക്കപ്പെട്ട സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ആരോടും പറയാൻ പോകരുത്. എന്നാൽ പിശാചും അവൻ്റെ പിണിയാളുകളും ലോകമെങ്ങും ചുറ്റി നടക്കുകയാണെന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ സാത്താൻ ആവേശ വ്യക്തികളുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കുവാനും നിങ്ങളുടെ ആത്മാക്കളെ മോഷ്ടിക്കാനുമായി അവർ ചുറ്റി നടക്കുകയാണ്. നഷ്ടപ്പെടാത്ത ഒന്നിനെ തേടി അഴിഞ്ഞു നടക്കേണ്ടതില്ല. അതായത് ഇപ്പോഴും അനേകർ തങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കുകയാണ്. ഉദ്ദിഷ്ടകാൻ സാധിക്കാത്തതിനാൽ നിരാശരായ അവർ അവിടെയും ഇവിടെയും പോകുന്നു. മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാതെ മനുഷ്യരുടെ അടുത്തേക്ക് പോകുന്നു. അവർ പിശാചിന് ശുശ്രൂഷകരെ അനുഗ്രഹിക്കുന്നു. പിശാചിന് ശുശ്രൂഷകരാകട്ടെ അവരുടെ ആത്മാക്കളെ അപഹരിക്കുകയും ചെയ്യുന്നു. നന്ദിഹീനരായ മക്കളെ ഓർക്കുക. ദൈവത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥ ഹൃദയത്തോടെ അവിടത്തേക്ക് തേടുക. ഏകാക്കിയായി സക്രാരി തൊടുകാരനെ പോലെയായിരിക്കുന്ന കർത്താവിനെ തേടുക. അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമായ സമ്പത്തിനേക്കാൾ വിലയേറിയവ ലഭിക്കുമെന്നും ഞാൻ ഉറപ്പു തരുന്നു. സമാധാനം, ആനന്ദം, സംതൃപ്തി, ജീവൻ എല്ലാം സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കും. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ തേടുക. മറ്റെല്ലാം നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. അയൽക്കാരനെതിരായുള്ള പാപങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ്: പ്രിയമക്കളെ, പാപത്തിൻ്റെ പരിണതഫലമായ ഭൂമി സ്വയം ദുരിതത്തിലാഴ്ത്തുന്നതായി കാണുന്നു. ഞാൻ പറയട്ടെ, മനുഷ്യകുലം കൂടുതൽ ഹിംസാത്മകമാകും. അത് ദൈവത്തോട് കൂടുതലായി അനാദരവ് പ്രകടിപ്പിക്കും. അവർ ദേവാലയങ്ങൾ നശിപ്പിക്കും, അതോടൊപ്പം മനുഷ്യരെയും നശിപ്പിക്കും. ദൈവഭയമില്ലാത്ത മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഓരോ ദിവസവും പാപം ചെയ്യുന്നത് തുടരാനായി പുതിയ അവസരങ്ങൾ മനുഷ്യൻ നൽകപ്പെടുന്നു. തങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന കാര്യം എല്ലാവരും മറന്നു പോയിരിക്കുന്നു. മഹാഭൂരിപക്ഷവും വിഗ്രഹാരാധകരുടെയും സ്വാർത്ഥതയുടെയും ആലയമായി മാറിക്കഴിഞ്ഞു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, മനുഷ്യകുലത്തെ തിന്മയുടെ ആരംഭം മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവത്തിൽ തുടങ്ങുന്നതാണ്. ഈ സത്യം നിലനിൽക്കുന്നിടത്തോളം കാലം എന്നെ സ്നേഹിക്കാനും ഞാൻ അർഹിക്കുന്ന വിധത്തിൽ അവരെ ആരാധിക്കാനുമുള്ള ഉദ്യമത്തിൽ വിജയിക്കുക എന്നത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പാപം മനുഷ്യൻ്റെ ചിന്തകൾ അന്ധമാക്കുന്ന തരത്തിൽ അവരെ വലിയ ഇരുട്ടിലാഴ്ത്തുന്നു. ഈ തലമുറയിലെ മനുഷ്യർ കരുതുന്നത് അവൻ മറ്റുള്ളവരെയും ശ്രേഷ്ഠനാണെന്നാണ്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സഹായം കൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുമെന്ന് അവർ കരുതുന്നു. തങ്ങളുടെ അറിവും സാങ്കേതിക വൈദഗ്ധ്യവും ഉപയോഗിച്ച് ഈ ദൈവികതയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അനേകർ കരുതുന്നു. എത്രയോ വലിയ ഭോഷത്വമാണ് എന്ന് കാണുക. കഴിയുന്നത്ര വേഗത്തിൽ അനുഭവിച്ച് രക്ഷയുടെ പാതയിലേക്കും വന്നില്ലെങ്കിൽ നിങ്ങൾ പ്രകൃതിയുടെ കോരത്തിൽ കൊല്ലപ്പെടും. മാമോനെതിരായുള്ള മുന്നറിയിപ്പ്: പണത്തിൻ്റെ അധിപൻ ഒരു അദൃശ്യാരൂപിയാണ്. അവൻ്റെ പേരാണ് മാമോൻ. ദൈവത്തിനെതിരായുള്ള യുദ്ധത്തിൽ ലൂസിഫറിനോടൊപ്പം ചേർന്നതിൻ്റെ ഫലമായി ഈ മാമോൻ എന്ന മാലാഖയും അങ്ങേയറ്റം സ്വാർത്ഥനായി തീർന്നു. സമ്പത്ത് മാത്രമല്ല, തൻ്റെ കീഴിലുള്ള എല്ലാം തനിക്ക് വേണ്ടി മാത്രമായിരിക്കുന്നതാണ് അവൻ്റെ ആഗ്രഹം. എല്ലാം മുഴുവനായി തനിക്ക് വേണ്ടി തന്നെ വാരിക്കൂട്ടാൻ അവർ ആഗ്രഹിക്കുന്നു. അനുസരണയും ദൈവഭയമുള്ള ഒരു മാലാഖമാരായിരുന്നപ്പോൾ സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ സമ്പത്തിൻ്റെയും ചുമതലക്കാരൻ അവനായിരുന്നു. എന്നാൽ അവൻ്റെ പതനത്തിന് നിമിഷത്തിൽ തന്നെ അവയെല്ലാം തിരിച്ചെടുക്കപ്പെട്ടു. സ്വഭാവം കൊണ്ട് തന്നെ മാമോൻ ധിക്കാരിയും മറുതലിക്കുന്നവനുമാണ്. അതിനാൽ അവൻ എല്ലാവരെയും ധനവാൻ താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ഭൂമിയിൽ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും സംലഭ്യമാകണമെന്ന് ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചു. അവൻ മനുഷ്യരെ തങ്ങൾ സ്വത്തിൻ്റെയും വസ്തുവകളുടെയും പേരിൽ അഹങ്കരിക്കാൻ പ്രചരിപ്പിക്കുകയും ഒന്നിലും തൃപ്തിയില്ലാത്തവരായി മാറ്റുകയും ചെയ്തു. അവൻ അത്രമേൽ സ്വാർത്ഥനായിരുന്നു. മറ്റവരുടെ കഷ്ടപ്പാടുകളും ആവശ്യങ്ങളും കാണാൻ മനുഷ്യന് താല്പര്യമില്ല. അവർ അങ്ങനെയായിരിക്കാനായി മാമോൻ അവനെ പ്രേരിപ്പിക്കുന്നു. കാരണം അത് ദൈവിക പദ്ധതിക്കെതിരാണെന്ന് അവനറിയാമല്ലോ. അതുകൊണ്ടാണ് സമൂഹത്തിൽ അസമാധാനം പടരുന്നത്. ഇപ്രകാരം ഈ അഹങ്കാരികളായ ധനികർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാമോനിക് സഹായത്തോടെ മറ്റുള്ളവർ ശിക്ഷിക്കാനായി ഉപയോഗിക്കുന്നു. അവർ ലോകത്തിൻ്റെ യജമാന്മാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പൈശാചികാരൂപികളും ഫലത്തിൽ തന്നെ ഒന്ന് തന്നെ. പിശാച് നാശം വിധിക്കുന്നവനാണ്. കൊല്ലുകയും തകർക്കുകയും ചെയ്യുന്നതാണ് അവനിഷ്ടം. അത്രമേൽ ദുഷ്ടനാകിയാൽ നന്മയായതെങ്കിലും ആഗ്രഹിക്കാനോ ചെയ്യാനോ അവന് സാധ്യമല്ല.
തന്നെ മാമോൻ അടിയുറപ്പിക്കുന്ന നിർഭാഗ്യവാനായ മനുഷ്യർ അവനെപ്പോലെ തന്നെ ആയിരിക്കും. കർത്താവും നാഥനുമെന്ന എൻ്റെ സ്ഥാനത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ മാമോൻ എന്ന പിശാച് സവിശേഷമായ ശത്രുവാണ് എന്ന് തന്നെ പറയണം. സമ്പത്തിന് ശക്തി ഉപയോഗിച്ച് ലോകത്തിൻ്റെ അധികാരിയാകാൻ അവൻ ആഗ്രഹിച്ചു. കാരണം പണമില്ലാത്തവൻ പിണമാണ്. പണമില്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവൻ മരിച്ചു പോയേക്കാം. മാമോൻ എന്ന പിശാച് തന്ത്രം ലൗകിക സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എളിമപ്പെടുക, സുവിശേഷ ദാരിദ്ര്യം സ്മരിക്കുക. അതൊരിക്കലും ഭൗതിക ദാരിദ്ര്യമായി കൊള്ളണമെന്നില്ല, പിന്നെയോ ഹൃദയത്തിന് സമ്പത്താണ്. മാമോൻ സമ്പത്തിന് ദൈവമാണ്. സമ്പത്തിനുള്ള സ്നേഹത്തെ പറ്റി നേടുന്നതെല്ലാം തന്നെ കൃത്യകാലം ശ്രമിക്കപ്പെടുന്നതായിരിക്കും. മർക്കടമുഷ്ടിക്കെതിരെ മുന്നറിയിപ്പ്. എൻ്റെ പിതാവിനെ ക്രൂരത്തെ ഇനിയും തടഞ്ഞു നിർത്താനാകില്ല. സംഭവിക്കാൻ പോകുന്നതൊക്കെയായി നിങ്ങൾ ഇനിയും മുനുകിയിട്ടില്ല എന്ന് എനിക്കറിയാം. എൻ്റെ എത്രയോ ദൂതന്മാർ ഇതിനകം തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ എൻ്റെ ആഹ്വാനത്തിന് ചെയ്തിരുന്നില്ല. ചുറ്റും സംഭവിക്കുന്ന അടയാളങ്ങളെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പിശാചിൻ്റെ വിഷം ഉള്ളിൽ കുത്തിവെച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ അതിനാൽ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളോട് ഉപേക്ഷിക്കുന്നത് ആഴ്ച ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് മുന്നറിയിപ്പിനായി ഒരുങ്ങണം എന്നാണ്. പിശാച് തൻ്റെ കുടിലതന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അവനെതിരെ പോരാടാനായി കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിയണേക. ഇനിയും എൻ്റെ പിതാവിൻ്റെ കരം തുറന്നു വയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ. നിരന്തരമായ പീഡനങ്ങളും രോഗങ്ങളും കാപട്യവുമായി അത് നിങ്ങളുടെ മേൽ പതിക്കും. അനേകം മരിച്ചു വീഴും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ സഹനത്തെ ഭയപ്പെടരുത്. എന്നാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ നിങ്ങളിവിടെ ഭൂമിയിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിൽ നിന്ന് വരുന്നതല്ലാതെ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ മനസ്സിനെ വഴിതെറ്റിക്കാൻ വിട്ടുകൊടുക്കരുത്. പിന്നെയോ എല്ലാറ്റിലും വിശ്വസ്തരായിരിക്കുക. ഞാൻ തിരിച്ചു വരുമ്പോൾ പോലും അനേകരെ തിരിച്ചറിയുകയില്ല. എൻ്റെ കുഞ്ഞെ, എനിക്ക് ഇനിയും എൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും നിങ്ങളുടെ രക്ഷയുടെ മാർഗം കാണിച്ചു തരാനുമായി അവൾ അയക്കപ്പെട്ടു. നിർഭാഗ്യവശാൽ വളരെ കുറച്ച് പേർ മാത്രമേ അവൾ വണങ്ങുന്നുള്ളൂ. എൻ്റെ രക്ഷാപദ്ധതിയിലും ഞാൻ എല്ലാവരെയും ചേർത്ത് നിർത്തിയിരുന്നു. ഇപ്പോൾ എൻ്റെ അനേകം മക്കളെ കാണുവാൻ ഞാൻ അതിയായി വേദനിക്കുന്നു. രക്ഷയുടെ മാർഗം ഇനിയും മനസ്സിലാക്കാത്ത നിങ്ങൾ നോക്കി ഞാൻ വിലപിക്കുകയും ചെയ്യുന്നു. എൻ്റെ അഭിഷിക്തർ ദൈവവചനം വായിച്ച് മനസ്സിരിക്കുകയും ദൈവവചനത്തിൽ മാത്രം ജീവിക്കുകയും സംസാരിക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അടുക്കൽ എളുപ്പമുള്ള പ്രശ്നപരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുവരുന്ന പിശാചിന്റെ വാക്ക് വഞ്ചിതരാകരുത്. അവ നിങ്ങളുടെ ആത്മാവിനെ അത്യന്തം അപകടകരമാണ്. വീണ്ടും വീണ്ടും ഇത് ഓർക്കുക. ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ മേൽ പതിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വേദന നിറഞ്ഞ നിലവിളികളോടൊപ്പം ശുദ്ധീകരിക്കുന്ന അഗ്നിയും പ്രത്യക്ഷമാകും. ദുഷ്ടന്മാരും ദൈവത്തെ നിഷേധിക്കുന്നവരും വലുതായി സഹിക്കേണ്ടി വരും. എന്നാൽ വിശ്വാസികളും ശസ്ത്രമായുള്ള ആഹ്ലാദിക്കും. ഗർഭചിത്രത്തിന്റെ മുന്നറിയിപ്പ്. കുഞ്ഞുമക്കളെ, ലോകമെങ്ങും വർദ്ധിച്ചു വരുന്ന ഗർഭചിത്രത്തെ ഓർത്ത് ഞങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നു. അബോർഷൻ എന്ന പാപം സ്വർഗത്തെ കരയിപ്പിക്കുന്നു. അത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയും ദമ്പതികളെയും ഇതിനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അബോർഷൻ നടത്താൻ തീരുമാനിക്കുന്ന ദമ്പതികളുടെ ആത്മാവ് അന്ധകാരത്തിലാണ്. അബോർഷൻ നടത്താൻ സഹായിക്കുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഗർഭചിത്രം നടത്തുന്ന മറ്റെല്ലാവരുടെയും ആത്മാക്കളും അപ്രകാരം തന്നെ അന്ധകാരപൂർണ്ണമാണ്. ഈ പാതകത്തിന് അവരെല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ ഒരുപോലെ ഉത്തരവാദികളാണ്. അനുദപിക്കുന്നില്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷത്തിൽ അവരെന്നേക്കും നഷ്ടപ്പെട്ടവരായിത്തീരും എന്ന വലിയ അപകട സാധ്യത അവർക്കുണ്ട്. അബോർഷൻ നടത്തുന്ന ഒരു സ്ത്രീ തൻ്റെ ഉദരത്തെ ഒരു ശവക്കുല്ലറയാക്കുന്നു. തൻ്റെ ആത്മാവിനെയും മനസാക്ഷിയും കളങ്കിതമാക്കുന്നു. തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്യും. നിലച്ചിരിക്കാത്ത നിമിഷത്തിൽ ഒട്ടും ഒരുങ്ങിയിട്ടില്ലാത്ത അവസ്ഥയിൽ മരണം അവരെ പിടികൂടുമ്പോൾ അവർ നിത്യനാശത്തിലേക്ക് പോകുന്നു. അബോർഷൻ എന്ന പാപം അത് ചെയ്യുന്നവരിൽ പൈശാചികാരികൾ കടന്നു വരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു. ഒരിക്കൽ അബോർഷൻ നടത്തിയ അമ്മയ്ക്ക് വീണ്ടും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് തങ്ങളായിരിക്കുന്ന ഗർഭപാത്രം സംബന്ധിച്ചിടത്തോളം സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും പ്രാർത്ഥന ആവശ്യമാണ്. അവർ അബോർഷൻ്റെ പൈശാചികാരിൽ നിന്ന് രക്ഷപ്പെടുകയും ഭാവിയിൽ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിന് അവർ തുടരാതിരിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥതയ്ക്കെതിരെ മുന്നറിയിപ്പ്. എൻ്റെ മക്കളെ, ആത്മാവിന് ശത്രുക്കളുടെ അടിമകളായി ഇനിയും തുടരരുത്. വൈകൃതങ്ങളുടെ ആരോഗ്യയുടെ നിയന്ത്രണത്താൽ കീഴിലാണ് മനുഷ്യരാശി ജീവിക്കുന്നത്. സ്വാർത്ഥതയെ ഉന്മൂലനം ചെയ്യാൻ കിണഞ്ഞു പരിശ്രമിക്കുക. അത് നിങ്ങളിലേക്ക് മാത്രം നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. മറ്റെല്ലാം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥത നിങ്ങളെ വേദന അനുവദിക്കും. തങ്ങൾ എന്താണെന്നറിയാൻ സ്വയം പരിശോധിക്കാൻ പഠിക്കുന്ന അനേകം അഹങ്കാരികളുണ്ട്. അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ അഹങ്കാരികളാവുകയും ചെയ്യുന്നു. തങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും എല്ലാം തങ്ങൾ അർഹിക്കുന്നവയുമാണെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ അവർ തങ്ങളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ സ്വാർത്ഥത അവരെ ആത്മീയ കുഷ്ഠരോഗികളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ കാലത്ത് സത്യത്തിൽ ആത്മീയ മനുഷ്യരുടെ അഭാവമുണ്ട്. സത്യത്തിൻ്റെ അഭാവം, എളിമയുടെ അഭാവം, എന്നെക്കുറിച്ചുള്ള അശരിയായ ജ്ഞാനത്തിൻ്റെ അഭാവം. അതുകൊണ്ടാണ് അവർ തെറ്റായ വഴികൾ തേടുന്നത് അവസാനിപ്പിക്കാത്തത്. അതിനു പകരം അവർ എന്നെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങളുടെ സ്വതന്ത്ര മനസ്സിൽ തടയാൻ ആഗ്രഹിക്കുന്നില്ല. മാനുഷികമായ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അബദ്ധധാരണകൾക്ക് വംശവതരാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും
ആദരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തിന് പകരം നിങ്ങളുടെ അഭിലാഷങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിക്കുകയില്ല. ഇന്ദ്രിയ സുഖേച്ഛയ്ക്കും ഭക്ഷണാസക്തിയും വരെയുള്ള മുന്നറിയിപ്പ്. ആത്മാക്കളെ കീഴടക്കാനായി സാത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 മാർഗങ്ങൾ വിഷയാസക്തിയും ഭക്ഷണാസക്തിയുമാണ്. അവനെല്ലായ്പ്പോഴും തോന്നുന്നത് ഭൗതിക കാര്യങ്ങളിൽ നിന്നാണ്. ഒരിക്കൽ മനുഷ്യൻ്റെ ഭൗതിക കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ ആത്മീയ തലത്തിൽ അക്രമം ഒഴിച്ചുവിടാൻ അവന് സാധിക്കും. ആദ്യം തന്നെ അഹങ്കാരവും അത്യാഗ്രഹവും കൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിച്ച് അവരെ അവൻ സദാചാരത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനും അത് കൂടുതൽ ആസ്വദിക്കുന്നതിനും വേണ്ടി മാത്രമാണ് മനുഷ്യർ തങ്ങളുടെ ആത്മാവിനെ ശരീരത്തെ സാത്താന് അടിയറവയ്ക്കുന്നത്. പിശാചിന് പ്രവചിക്കാൻ കഴിയും. ഈ സന്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും തന്നെ അവനറിയാം. അഹങ്കാരം എന്ന പാപത്തിനെതിരായുള്ള മുന്നറിയിപ്പും എളിമയെന്ന പുണ്യത്തിൻ്റെ പ്രാധാന്യവും. എൻ്റെ മക്കളെ, സ്നേഹവും എളിമയും അഭ്യസിക്കുക. എളിമയില്ലാത്ത മനുഷ്യൻ പിശാചിന് എളുപ്പത്തിൽ ഇരയായിത്തീരുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ എത്രയധികം അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് തിരിച്ചറിയുക. നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നെ എതിർക്കാൻ പോകുന്നത് അത്രയും അഹങ്കാരമാണ്. എൻ്റെ പ്രിയജനമേ, എന്നിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യർ പിശാചിനിരകളാകുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയതില്ലേ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദിനം അഹങ്കാരമാണ്. ഈ കാലത്ത് അത് ആത്മാവിനെ വളരെ വലിയ അപകടവുമാണ്. കാരണം അത് മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായി സാത്താന് വാതിൽ തുറന്നു കൊടുക്കുന്നു. എൻ്റെ ജനമേ, ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എളിമ വിതയ്ക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുവഴി നിങ്ങളുടെ മനസ്സുകളും ചിന്തകളും നിങ്ങളുടെ ഉള്ളവയുടെ ബഹിർസ്ഫുരണമായി തീരട്ടെ. എളിമയിൽ നിങ്ങളെ പരിപൂർണരാക്കുക, വിനീതരായിരിക്കുക. ഇന്നത്തെ തലമുറയിൽ ഇല്ലാത്തതും അത് തന്നെയാണല്ലോ. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണെങ്കിലും നിങ്ങൾ ആരെയും തനിച്ചല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നും നിങ്ങൾ ആരുടെ അടുത്ത് ജീവിക്കാനാണോ ഞാൻ വിളിച്ചത് അവരുടെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് അംഗീകരിക്കാനുമുള്ള എളിമയാണ് വേണ്ടത്. വിനീതരെയാണ് ഞാൻ ഏറ്റവും അധികം സഹിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. എൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അടുത്ത് എൻ്റെ സ്നേഹവുമായി എത്തുന്ന ആദ്യത്തെ ആളാവുക. അവരോട് ക്ഷമ ചോദിക്കേണ്ടപ്പോൾ മാറ്റിവെക്കാതെ എപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുക. എളിമയില്ലാത്തതിനാൽ അവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവർ എന്നെ കാണുകയുമില്ല. എളിമയാണ് ഈ കാലഘട്ടത്തിലേക്കുള്ള കീടം. എന്നാൽ അഹങ്കാരമാകട്ടെ അതിനുടമസ്ഥനെതിരായി തന്നെ തിരിയുന്ന ഒരു സർപ്പമത്രേ. അഹങ്കാരം പിശാചിൽ നിന്നാണ് വരുന്നത്. എന്നാൽ എളിമ മനുഷ്യമക്കളിലുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അഹങ്കാരികളെയാണ് പിശാച് തേടുന്നത്. മാനസാന്തരപ്പെടാനുള്ള എൻ്റെ ആഹ്വാനം അനുസരിക്കുക. എന്നിൽ നിന്ന് മുഖം തിരിക്കാതെ എന്നെ സ്വീകരിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ ശ്രവിക്കും. എൻ്റെ പല മക്കളും എന്നോട് പറയുന്നത് ഞാൻ കാണുന്നു, കർത്താവെ, ഞാൻ ഭൗതികനല്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എന്നാൽ അവർ ലോകത്തിൽ എല്ലാ കാര്യത്തിലും നല്ലവിധം സ്വീകരിക്കപ്പെടുന്നതിനായി തികച്ചും ലോകപ്രകാരമാണ് ജീവിക്കുന്നത്. ചിലർ തങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാതെ പോകുന്നവരെ വെറുക്കാൻ പാകത്തിൽ അഹങ്കാരികളാകുന്നു. കയ്പ് നിറഞ്ഞ കഠിന ഹൃദയത്തിനുടമകളായതുകൊണ്ട് ആത്മീയമായി വളരാൻ സാധിക്കാതെ പോകുന്ന എൻ്റെ എത്രയോ മക്കളുണ്ട്. അഹങ്കാരവും അത്യാഗ്രഹവും അഹംബോധവും കൊണ്ട് അന്ധനും കഠിന ഹൃദയനുമായ ഒരാൾ മറ്റുള്ളവരുടെ വേദനകൾ നിസ്സംഗമായിരിക്കും. മനുഷ്യഹൃദയങ്ങളെ ഇതുപോലുള്ള തിന്മകളാണ് എൻ്റെ മക്കളെ കഠിന ഹൃദയരും സ്വയം കേന്ദ്രീകൃതമാക്കി തീർക്കാൻ വേണ്ടി ആധുനിക ലോകം അവരിലേക്ക് കുത്തിവെക്കുന്നത്. ഔദിത്യമുള്ള മനുഷ്യർ എൻ്റെ നിയമങ്ങൾ അനായാസം മറക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് അഹന്തയെ തിരിച്ചറിയുക. എന്തുകൊണ്ടെന്നാൽ അഹന്ത നിങ്ങളെ അതിശയോക്തപരമായി ദുരഭിമാനത്തിലേക്ക് നയിക്കും. ആ അവസ്ഥയിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് തിരിച്ചറിയാനും തങ്ങളുടെ വഴി തിരുത്തുവാനും സാധിക്കുകയുള്ളൂ. ഈ ദുരഭിമാനം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലേക്ക് ആ വ്യക്തിയെ നയിക്കും. ആരെങ്കിലും തങ്ങളുടെ സഹോദരനെ നിരന്തരമായി മുൻപേൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതൊരു വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ഒരു ആത്മീയ രോഗമാണ്. മനുഷ്യന്റെ ദുരഭിമാനം മൂലം നിഷ്കളങ്കർ കൊല്ലപ്പെടുന്നു, മറുതലിപ്പിന് പിന്തുണയേറുന്നു, പീഡനങ്ങൾ ശക്തി പ്രാപിക്കുന്നു, ഭിന്നതകൾ വർദ്ധിക്കുന്നു. ശക്തന്മാർ തങ്ങളുടെ തെറ്റുകൾ ന്യായീകരിക്കുന്നു, മർദ്ദകർ ആനന്ദിക്കുന്നു, മനുഷ്യർ അവൻ്റെ തന്നെ ദുരഭിമാനത്തെ നശിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, എന്നാൽ നിങ്ങൾ എന്നെ തിരസ്കരിക്കുന്നു. എൻ്റെ ജനം തങ്ങളുടെ തന്നെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. അതിൻ്റെ പേരാണ് അഹങ്കാരത്തിൻ്റെ സാമ്രാജ്യം. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? പ്രശസ്തിയിൽ അഭിരമിക്കുകയും ലോകസന്തോഷങ്ങളും വിജയങ്ങളിലും ഉയർത്തി കാണിക്കപ്പെടുകയും ചെയ്യുന്ന ധനവാന്മാരോടും പ്രമുഖ വ്യക്തികളോടും രാഷ്ട്രീയക്കാരോടും ഗായകരോടും നടീനടന്മാരോടും ഒക്കെ അസൂയയോ ആരാധനയോ തോന്നരുത്. അവരിൽ എത്രയോ പേർ യുദ്ധതയിൽ പീഡിപ്പിക്കപ്പെടാനിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അവർ എന്നിൽ നിന്ന് മുഖം തിരിച്ചവരാണ്. തങ്ങളുടെ ആത്മാക്കളെ തന്നെ വഞ്ചിച്ചതിനാൽ നഗ്നരും വിലകെട്ടവരുമായി മാറിയവർ. എന്നാൽ അവർക്ക് ദൈവത്തോടോ തങ്ങളുടെ സഹോദരങ്ങളോടോ കരുണയില്ല. കാരണം അവരുടെ ജീവിതം തന്നെ അവരുടെ ആഗ്രഹപൂർത്തികൾക്ക് വേണ്ടിയുള്ള പാച്ചിലായിരുന്നു. ഞാൻ ഉറപ്പായും പറയുന്നു, അവർക്ക് യുദ്ധതയിൽ ലഭിക്കുന്നത് മറിവെപ്പും പല്ലുകടിയുമായിരിക്കും. അവർക്ക് വിശക്കും. ആ വിശപ്പ് അവരെ എന്നേക്കുമായി പീഡിപ്പിക്കുകയും ചെയ്യും. ദേവാലയങ്ങളെ അശുദ്ധമാക്കൽ,
സഭയുടെ ശത്രുക്കൾ വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും അവർ വണങ്ങപ്പെട്ടിരുന്ന വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പുറത്തെടുക്കുന്നത് ഞാൻ കാണും. എല്ലാ ക്രൂശ രൂപങ്ങളും വിശുദ്ധരുടെ സ്വരൂപങ്ങളും എടുത്തു മാറ്റാനും അവയൊക്കെയും അശുദ്ധ സ്ഥലങ്ങൾ എറിയുകയും അത്യന്തം അവമതിക്കപ്പെടാവുന്ന വിധത്തിൽ അപകടകരമായി തകർക്കുകയും ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കളെ, എൻ്റെ ദേവാലയങ്ങളെല്ലാം എൻ്റെ ബലിപീഠങ്ങളും അശുദ്ധമാക്കപ്പെടും. എൻ്റെ ശത്രുക്കൾ എൻ്റെ ക്രൂശിത രൂപങ്ങൾ അവരുടെ കാൽക്കലിലിട്ട് ചവിട്ടി മതിക്കും. എൻ്റെ വിശുദ്ധ രൂപ സ്വരൂപങ്ങൾ നിലത്ത് വലിച്ചെറിയപ്പെടും. എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് എൻ്റെ വിശുദ്ധ ശുശ്രൂഷകരിലും അപ്പസ്തോലന്മാരിലും അനേകം വിശ്വാസത്തെയോ എൻ്റെ സഭയുടെ മഹത്വത്തെയോ ഉയർത്തിപ്പിടിക്കാനുള്ള ധൈര്യം ഉണ്ടാകില്ല എന്ന വസ്തുതയാണ്. ബൈബിളിനും പരിശുദ്ധ കുർബാനയ്ക്കുമെതിരെയുള്ള നിയമങ്ങൾ ആദ്യമേ തന്നെ മിക്കയിടങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ ബൈബിൾ നിരോധിക്കപ്പെടും. പുതിയ ഏകലോകമതം പരസ്പര സ്നേഹത്തിന്റെ പ്രാധാന്യം ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു പുതിയ വ്യാജഗ്രന്ഥം അവതരിപ്പിക്കും. അവർ നിർദ്ദയം ക്രിസ്തീയ നിയമങ്ങൾ തൂത്തെറിയുകയും എല്ലാ മതങ്ങളും വിശിഷ്യ ക്രൈസ്തവ മതം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തവരുടെ മേൽ അവർ വലിയ ശിക്ഷകൾ നടപ്പിലാക്കും. ഈ തിന്മയുടെ അടിസ്ഥാന കാരണം കമ്മ്യൂണിസമാണ്. എൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് എൻ്റെ മക്കളെ വഞ്ചിക്കാനുള്ള വലിയ പദ്ധതിക്ക് രൂപം കൊടുത്തു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അനേകം മുന്നോട്ട് വന്ന് എൻ്റെ ജനത്തിൻ്റെ സത്യാവസ്ഥയെ ചോദ്യം ചെയ്യും. എൻ്റെ അമ്മയുടെ പരിശുദ്ധിയെയും മരിച്ചിരുന്നുള്ള എൻ്റെ പുനരുത്ഥാനത്തെയും അവർ ചോദ്യം ചെയ്യും. അവർ കാര്യങ്ങളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞ് അവയെ പൈശാചികമായി ചിത്രീകരിക്കുകയും ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. അവർ എൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കള്ളങ്ങൾ പറഞ്ഞു പരത്തുകയും എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മോശമായി പറയുകയും ചെയ്യും. അവർ തിരുശേഷിപ്പുകളെ ആക്രമിക്കുകയും ചോദ്യം ചെയ്യുകയും അവ ക്രിസ്ത്യാനികളുടെ മനസ്സിലുള്ള വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവർ എന്നെക്കുറിച്ച് ഒന്നിനു പുറകെ ഒന്നായി നുണകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അത് ദൈവത്തിന് അർപ്പിക്കുന്ന വേറെ എന്തോ ഒരു ബലിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടും. വ്യാജപ്രവാചകർ പരിശുദ്ധ കുർബാന അർപ്പണം നിർത്തലാക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാനത്ത് അതിന് പകരം ഒരു ഏകലോക വിജാതി അനുഷ്ഠാനം സ്ഥാപിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന് വരെ ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അനുയായികളായി നിങ്ങൾക്ക് അതിൻ്റെ കാരണം തിരിച്ചറിയാൻ കഴിയും. ഉടൻ തന്നെ മൃഗത്തിൻ്റെ സ്വാധീനമായിരിക്കും അനേകരെ നയിക്കുന്നത്. അതാകട്ടെ അന്ധകാരത്തെ തടവറയിലേക്കായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അവർ അനേകം വൈദികരെയും ഹൃദയങ്ങളെയും ആത്മാക്കളെയും കീഴ്പ്പെടുത്തും. അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം എല്ലാ കുർബാനകളും നിർത്തലാക്കുകയും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്യുക എന്നതാണ്. എൻ്റെ മക്കളെ, പരിശുദ്ധ ബലി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. എൻ്റെ അനേകം മക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ പോകുന്ന അധിക്ഷേപവും അവമാനവും ഓർത്ത് എൻ്റെ സ്നേഹാർദ്ദ ഹൃദയത്തിൽ ഞാൻ എത്ര വേദനിക്കുന്നുവോ എൻ്റെ പരിശുദ്ധ ബലി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സത്യമായും എൻ്റെ സങ്കടമാണ്. കോവിഡ് മഹാമാരി നിങ്ങൾ ഓർക്കുന്നുവോ? അക്കാലത്തും കോവിഡിൻ്റെ കാരണം പറഞ്ഞ് എൻ്റെ അനേകം മക്കൾ എൻ്റെ ശരീരവും രക്തവും എൻ്റെ അജഗണത്തിന് വെറും ഒരു അപ്പകഷ്ണമെന്ന പോലെ കയ്യിൽ കൊടുത്തത് വഴി എൻ്റെ മക്കളെ ദുഷിച്ചു. അതുകൊണ്ട് എൻ്റെ സഭയിലിടയന്മാരെ ഭോഷന്മാരെ അയച്ചുകണമേ. നാളെ നിങ്ങൾ വിലപിക്കാതിരിക്കേണ്ടതിന് ഇന്ന് തന്നെ വീണ്ടും ചിന്തിക്കുക. നിങ്ങളുള്ള സ്നേഹത്തെ പ്രതി സ്വയം നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് നിങ്ങൾ. കൂദാശ്രീപ്പെട്ട ഓരോ തിരുവോസ്തിയിലും അങ്ങേയറ്റം എളിമയോടെ ഞാൻ ജീവനായി മാറുന്നു. എൻ്റെ ദൈവികത അനാദരിക്കരുത്. കൂദാശകളില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ദുർബലമാകുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ കൂദാശയെ ആദരിച്ചുകൊണ്ട് എന്നെ യോഗ്യമായ വിധത്തിൽ ആശ്ലേഷിക്കുക. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ പരിശുദ്ധ പരമദ്വീകാരനെ മനുഷ്യകാര്യങ്ങൾ മലിനമാക്കാതെ നാളത്തിൽ സ്വീകരിക്കപ്പെടണമെന്നതാണ്. ഒരു പുതിയ നിയമങ്ങളെന്ന് ഞാൻ ആത്മാവ് നൽകുകയല്ല, എൻ്റെ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചനുസരിച്ചുമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തെ ഗൗരവമായി എടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കരുതുന്നു. എൻ്റെ ദൈവികതയെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരിക്കലും പരിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കരുത്. ഞാൻ അതിലോട്ട് സന്തോഷിക്കുന്നില്ല.